വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? അപ്പോൾ ആദ്യം തന്നെ എല്ലാ കൂട്ടുകാരെയും ജെ4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നുണ്ടല്ലോ നല്ലൊരു നിറച്ച് പൂക്കൾ വിരിയുന്ന ഒരു ചെടീനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ചെടി ഏതാണ്, എന്തൊക്കെയാണ് ആ ചെടിയുടെ കെയറിങ് കാര്യങ്ങൾ, ആ ചെടിയിൽ എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കൾ വിരിയുന്നത് എന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ നല്ല ഭംഗിയുള്ള ജെറേനിയം ചെടി, ഇത് ഗ്രൗണ്ട് ജെറേനിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ജെറേനിയത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു ചെടി എങ്ങനെയാണ് നമ്മൾ നടേണ്ടത്, ഇതിലെങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട്, ഇത് കണ്ടോ നിറച്ചിങ്ങനെ നല്ലോണം ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടോ. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഫ്ലവറൊക്കെ നമ്മൾ വരുത്തുന്നത്, അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ. അപ്പം ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസം നിന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ ഈ ഒരു സ്ഥലത്ത് ഇപ്പം ചെറിയൊരു മാറ്റം, അപ്പം നമ്മൾ എപ്പോഴും ഒരേ പ്ലാന്റ് തന്നെ വെച്ച് കൊടുക്കാതെ അപ്പം ഈ ഒരു പ്ലാന്റിന് കുറച്ച് നാളത്തേക്ക് ഇവിടെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ ഈ ഒരു ചെടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി പൂ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എനിക്ക് പൂ വിരിഞ്ഞ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, അപ്പോൾ നമുക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൂവൊക്കെ കൊഴിഞ്ഞു പോയി. ഈ ഒരു ചെടി ഉണ്ടല്ലോ, വാങ്ങി നടാനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിക്ക് അധികം വെള്ളം വേണ്ട. ഈ ചെടി അധികം വെള്ളം നമ്മൾ ഇനി ചെടീൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കൂടുതലായിട്ട് വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചോട് ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ വളരെ എന്താ പറയുക, മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് മാത്രം നമുക്ക് വെള്ളം കൊടുക്കേണ്ട ഒരു ചെടിയാണ്. അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജെറേനിയം ചെടിക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുള്ളൂ കേട്ടോ. പിന്നീട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഓവർ സൺലൈറ്റ്, അതായത് ഡയറക്റ്റ് ഇങ്ങനെ സൂര്യപ്രകാശം കൊള്ളുന്ന ഭാഗത്ത് വെക്കാതിരിക്കുക. എന്നുവെച്ചാൽ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ലീഫ് ഉണ്ടല്ലോ, ഈ ലീഫിൻ്റെ ഈ ഒരു ഗ്രീൻ കളറങ്ങ് നഷ്ടപ്പെട്ടിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും കേട്ടോ. അപ്പം അതിൻ്റെ ആ ലീഫ് കാണാനായിട്ട് നമുക്കൊരു ഭംഗി തോന്നില്ല. അപ്പം ആ ഒരു രണ്ട് കാര്യം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല തണലത്ത് വെച്ചാലും ജെറേനിയം ചെടി പൂക്കൾ തരുവേ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഇതുപോലെ ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണ്ടല്ലോ, ഇതുപോലെ നമ്മളിങ്ങനെ ഈ ഫ്ലവർ വന്ന ഈ ഒരു കണ്ടുണ്ടല്ലോ, അത് കണ്ടോ, ഇത് നമ്മളിതുപോലെ അടർത്തി മാറ്റി കളയണം. എന്നിട്ട് ചെടീനെ നമ്മൾ നല്ല വൃത്തിയാക്കി എടുക്കണേ. എന്നാലാണ് ആ ചെടി പിന്നെ നമുക്ക് നിൽക്കുന്നത് കാണാനായിട്ടൊരു ഭംഗി തോന്നുള്ളൂ. അപ്പോൾ ഈ കരിഞ്ഞുണങ്ങി ഇതും എല്ലാം അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ നമ്മുടെ ജെറേനിയം ചെടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ലീഫുകൾ ഇങ്ങനെ കരിഞ്ഞ് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കേട്ടോ, ഇത് നമ്മുടെ സാധാരണ ഏതൊരു ചെടീൻ്റെ ലീഫും ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കരിഞ്ഞുണങ്ങി പോകൂലേ, അതേ ഒരു രീതിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുന്ന ഇലകളും കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ അടർത്തി മാറ്റി കൊടുത്തിട്ട് ചെടീനെ നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ. എപ്പോഴും നമ്മുടെ ചെടികൾ നല്ല വൃത്തിയിൽ തന്നെ നമ്മളിങ്ങനെ സൂക്ഷിക്കണം. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ജെറേനിയം ചെടി നട്ടേക്കണേ ചെടിയുടെ പോട്ടിൻ്റെ ആ ഒരു നനവ് കണ്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ നനഞ്ഞ് ഇങ്ങനെ കുഴഞ്ഞ മണ്ണല്ല കേട്ടോ, ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കുന്ന മണ്ണായിരിക്കണം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടി തന്നെ പറയാം കേട്ടോ, ഈ ഒരു ജെറേനിയം ചെടി. എന്താണ് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചെടി ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു നശിച്ചു പോണ ചെടിയല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഇങ്ങനെ വെള്ളം കൊടുക്കണ്ട, പിന്നെ അത്യാവശ്യം നമുക്ക് ഷെയ്ഡിൽ വെച്ച് വളർത്താം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നല്ലൊരു ചെടിയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും എനിക്കിഷ്ടം ഇതുപോലെ ഈ ഒരു കളറാണ് കേട്ടോ. എനിക്ക് ജെറേനിയം ചെടിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കളർ. അപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു ചെടീനെ നമ്മൾ ഇങ്ങനെ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം തന്നെ നിൽക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിനെ നിർത്തുന്നത്. അതുകൂടാതെ നമ്മൾ ഈ ഒരു ചെടീനെ നമുക്കൊരു പോട്ടിലേക്ക് മാറ്റിയിട്ട് എങ്ങനെ നല്ലൊരു ചെടിയാക്കി എടുക്കാം. ഇതുപോലത്തെ ജെറേനിയം ചെടി ഉണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നട്ടുപിടിപ്പിക്കണം, ചെടിയിൽ നല്ല നല്ല പൂക്കൾ വരുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഈ ഹാങ്ങിങ് ജെറേനിയത്തിൻ്റെ അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് ജെറേനിയത്തിൻ്റെ കെയറിങ് എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് സാധാരണ പോട്ടിൽ നട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ മതി, അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്നു വരും കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയത്തിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഇതുപോലെ. ഇതുണ്ട്, ഇതിൽ ഫ്ലവർ വിരിഞ്ഞിട്ട് കൊഴിഞ്ഞു പോയി കേട്ടോ. ഇതിൽ നല്ലൊരു ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്ലാന്റ് നമുക്ക് നടാനായിട്ട് എടുക്കാവേ. ഇനി കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഹാങ്ങിങ് ജെറേനിയാണ്. നോക്കി, ഹാങ്ങിങ് ജെറേനിയ നല്ല പ്ലാന്റാണ്. നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി ഹാങ് ചെയ്ത് ഇടുന്ന പാടെ തന്നെ നമുക്കിതാ ഫ്ലവർ വിരിയും കേട്ടോ. അത്രയ്ക്കും നല്ല വലിപ്പമുള്ള നല്ല ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ചെടി നടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പോട്ടി മിക്സർ തയ്യാറാക്കണ്ടേ. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ തന്നെ ഞാനിവിടെ ചെടി നടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് പോട്ടി മിക്സർ തയ്യാറാക്കി റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മണ്ണ്, മണൽ, ചകിരിച്ചോറ്,
ചാണകപ്പൊടി, പിന്നെ നമ്മുടെ കരിയില ഉണ്ടല്ലോ. അപ്പോൾ കിട്ടുന്ന നമ്മൾ മുറ്റടിച്ച് വരുമ്പോൾ കിട്ടുന്ന കരിയിലെല്ലാം ഞാനിങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൂട്ടിയിടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കിയിട്ടാട്ടോ നമ്മളൊരു പൊട്ടി മിക്സർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി കരിയില ഇല്ലെങ്കിലും, അതായത് നമ്മുടെ ഈ ഒരു ജെറേനിയം ചെടി നടുമ്പം മണ്ണിന് നല്ല ഇളക്കമുള്ള മണ്ണിൽ നമ്മുടെ ചെടി നട്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം നമ്മൾ കൊടുക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ചകിരിച്ചോറ് കുറച്ച് നല്ലോണം ഇട്ട് നടുവാണെങ്കിൽ ആ ഒരു ഈർപ്പം നമ്മുടെ ചെടിയിൽ ഇങ്ങനെ കുറച്ച് നല്ലോണം നിലനിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജെറേനിയം ചെടി നടുമ്പോൾ കുറച്ച് ചകിരിച്ചോറ് നല്ലോണം ഇട്ട് നട്ടു കൊടുക്കുന്നത് നല്ലതാണേ. അപ്പം ഇതാട്ടോ, അത്യാവശ്യം നല്ലോണം വെള്ളം വാർന്ന് പോകുന്ന തരത്തിലൊരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ഒരു പോട്ട് എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ പോട്ടില്ലെങ്കിൽ നമുക്ക് ഗ്രോ ബാഗ് ആയാലും അതിലൊക്കെ നട്ടു കൊടുക്കാവേ. ഇനി നമ്മുടെ ഈ ഒരു മണ്ണിനെ ഇളക്കി നമുക്കിതിലോട്ട് കുറച്ച് വാരിയിടാം. പോട്ടി മിക്സറിലേക്കുണ്ടല്ലോ, ഇനി നമ്മുടെ ചെടീനെ നമുക്കിങ്ങനെ എടുത്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ജെറേനിയം ചെടീൻ്റെ മണ്ണ് തന്നെ കണ്ടോ, കൊടുമ്പ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്ന ടൈപ്പ് മണ്ണാണ് കേട്ടോ. കണ്ടോ, അത്രയ്ക്കും ലൂസിലാണ് ഈ ഒരു ചെടീൻ്റെ ഒരു പോട്ടി മിക്സർ കേട്ടോ. കേട്ടോ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലേക്കങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നട്ടു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ദിവസം നല്ല ഷെയ്ഡിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു നോർമൽ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. പിന്നീടുണ്ടല്ലോ, ഇത് ഞാൻ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് കൊടുക്കുന്ന വളമാണ്. ഈ വളം എന്താണെന്നറിയാമോ? ഇതുണ്ടല്ലോ, നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക ഒരു ബയോ ബിന്നിൽ ഇട്ട് വെക്കും കേട്ടോ. അപ്പം അതിൽ നിന്നും എന്താ പറയുക ഇതിങ്ങനെ ജീർണിച്ച് കഴിയുമ്പം കിട്ടുന്ന ആ ഒരു സ്ലറിയാണ്. അപ്പം ഈ ഒരു സ്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ് കേട്ടോ, നമ്മുടെ ചെടികൾ ഒത്തിരി ഹെൽത്തി ആയിട്ട് വളരും. അപ്പോൾ ഏകദേശം നമ്മൾ ഇതുപോലെ ഒരു കപ്പിന് 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 2-3 അല്ലെങ്കിൽ ഒരു 4 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വളങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടീൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. പിന്നീട് ഇതുപോലെ നല്ല പച്ചപ്പ് നമ്മുടെ ചെടികൾക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു വളമാണ് നമ്മുടെ NPK 19 ഉണ്ടല്ലോ, അതും പിന്നെ എപ്സം സാൾട്ടും കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ഗ്രാം എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ചെടീൻ്റെ ലീഫിൽ കൂടെ ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ചെടികൾ NPK ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ല ഭംഗിയായിട്ട് പൂക്കുകയും ചെയ്യും, ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ജെറേനിയം ചെടിക്ക് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ജെറേനിയം ചെടിയുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ ഒക്കെ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് J4E ടിപ്സ് എന്നാണ്. അപ്പോൾ അതിൽ നമ്മുടെ സെയിൽ വീഡിയോയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും കറക്റ്റ് അപ്പോൾ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റുമേ. അങ്ങനെ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ഓക്കേ, ബൈ.